ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബ്രെഡ് പക്കോടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ബ്രെഡൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാനിതിൽ സിമ്പിൾ വെജ് ഫില്ലിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോൺ വെജോ അതല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ. അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റാം കേട്ടോ. അതുപോലെ ഞാൻ ഈ ഫില്ലിങ്ങിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഫില്ലിംഗ് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഞാൻ ആകെ കൂടി ഈ റെഡ് ചില്ലി സോസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഞാൻ ഇവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 ബ്രെഡ് സ്ലൈസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ഈ ബ്രൗൺ കളറിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലും ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫില്ലിങ് കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് 2 സ്ലൈസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒന്നും മൂടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 2 സ്പൂൺ എങ്ങാനും ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ 2 സ്ലൈസും കൂടി വെച്ചിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇതുപോലെയുള്ള നമ്മൾ ബ്രെഡ് പക്കോഡാസൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ ഒരുപാട് മസാല ചേർക്കണമെന്നില്ല കേട്ടോ ഈ ഫില്ലിങ്ങിൽ. കാരണം അധികം മസാല ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറും. ഇപ്പോൾ നമ്മൾ വളരെ മിനിമലായിട്ടുള്ള ഒരു ഫില്ലിങ്ങേ വെച്ച് കൊടുത്തിട്ടുള്ളതിന്. ഇനി ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണിത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ അതുപോലെ വല്ലാണ്ട് ലൂസാക്കി എടുക്കണം എന്നില്ല കേട്ടോ. അതുപോലെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളിതിൽ ബ്രെഡ് ഇതിനകത്ത് മുക്കുമ്പോൾ ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊട്ടി പൊടിഞ്ഞ് പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം പോലെ ആക്കിയെടുക്കണ്ട, അതുപോലെ വല്ലാതെ കട്ടിയും ആക്കരുത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കലക്കി നോക്കുക. എന്നിട്ട് പാകമാക്കുന്ന വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ കട്ടയും തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മതിയായിരിക്കും പാകം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/4-3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ കലക്കിയെടുക്കുമ്പോൾ നോക്കുക ആ ഒരു മാവിൻ്റെ ഒരു പാകം, വല്ലാതെ വെള്ളമായി പോകരുതെന്നുള്ളൂ. അതുപോലെ ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാവ് കലക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യത്തെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് മുക്കി കോരിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ആ മാവ് ഇതിൻ്റെ മുകളിൽ കൂടി അതുപോലെ സൈഡിലൊക്കെ കവർ ചെയ്യുന്ന നിലയ്ക്ക് ഒന്ന് മാവ് കോരി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരുപാട് നേരം നമ്മൾ ഈ മാവിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആകെ കുതിർന്ന് അത് പൊടിഞ്ഞു പോകില്ല. അപ്പം ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ബ്രെഡ് എടുക്കുന്നത്. ഇതെന്നിട്ട് നമുക്ക് ഞാനിവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കടലമാവിൻ്റെ ഈ നനവോട് കൂടി തന്നെ ആ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലപോലെ ബ്രെഡ് ക്രംസ് വെച്ച് നന്നായി പൊതിയണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണ കയറി പോകും കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ ലോക്ക് ചെയ്യുന്ന തരത്തിൽ എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഇത് ബ്രെഡ് ക്രംസൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തീ കുറച്ച് വയ്ക്കരുത് കേട്ടോ. തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കൂടുതൽ നേരം നമ്മളിത് എണ്ണയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡിനകത്തേക്ക് എണ്ണ കയറും. അതുകൊണ്ട് തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറമേ നമ്മൾ കൊടുത്തിട്ടുള്ള ആ കടലമാവിൻ്റെ ആ കോട്ടിങ്ങിന് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് കാരണം അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അത് കാരണം കൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അതുപോലെ ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എണ്ണ ഒന്ന് മുകളിൽ കൂടെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഇതിന് പുറമേ ഉള്ള ഈ എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ പോട്ടെ. ഇത് ഒട്ടും അകത്തേക്ക് എണ്ണ കയറില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് ഇത്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് വെറൈറ്റിക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഉള്ളിൽ ഒട്ടും എണ്ണ കയറിയിട്ടില്ല കേട്ടോ. ബ്രെഡൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. പുറമേയുള്ള മാവ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.